ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആദ്യം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയ മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. എൻ്റെ പേര് വിനീഷ സേവ്യ. ഞാൻ കൊല്ലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഒരു പോർട്ടുകൊല്ലം ഇടവക അംഗമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരി 14 ആ ഉടമ്പടി എടുക്കാനുള്ള എൻ്റെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരുന്നു. ഞാൻ അന്ന് ഉടമ്പടി എടുക്കുന്ന അന്നത്തെ ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞത്, അടുത്ത വർഷം 2026 ഫെബ്രുവരി മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്ന് സാക്ഷ്യം രേഖപ്പെടുത്തുമെന്ന് ഞാൻ മാതാവിൻ്റെ അടുക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വർഷം എനിക്ക് എന്ത് ചെയ്യുമെന്നറിയില്ല. ഈ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടണം. അത് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന. ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴത്തേക്കും മാതാവിനോട് പറയായിരുന്നു, മാതാവേ എനിക്കൊന്നും അറിയില്ല. ഞാൻ എല്ലാവരെ പോലെയും 10ാം ക്ലാസ് പാസ്സായി, +2 ഡിഗ്രി എടുത്തു, മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുന്നിൽ ഇനി ഒന്നും അറിയില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ റാങ്ക് സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, എല്ലാ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്, പക്ഷേ എനിക്ക് ജോലിയില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് എല്ലാ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, പക്ഷേ ജോലിയില്ല. അപ്പം നാട്ടുകാരൊക്കെ ചോദിക്കുകയാണ്, എന്താണ് ക്ലാസ് കഴിഞ്ഞില്ലേ, പഠിത്തം കഴിഞ്ഞില്ലേ, ജോലിയൊന്നും ആയില്ലേ, കല്യാണം ആയില്ലേ, ചുമ്മാ ഓരോ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയണം, മാതാവേ ഞാൻ ഇത്രയും തോൽവിയാണോ, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാതാവേ എന്ന് പറഞ്ഞാൽ മാതാവിനോട് ചോദിക്കുകയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് ആൻമരിയ വിൻസെൻ്റ് അവളാണ്. അപ്പോൾ അവളുടെ ഒരു സാക്ഷ്യം കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ആദ്യമായിട്ട്. അവളുടെ ഒരു എക്സാം അവൾ ക്വാളിഫൈ ആയി, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാതാവിൽ അങ്ങനെ കുഞ്ഞുനാൾ തൊട്ടേ മാതാവിനെ ഇഷ്ടമാണ്, പ്രാർത്ഥിക്കും എന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും മാതാവിനോട് ഇങ്ങനെ അടുത്ത് പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കണം, കൃപാസനം മാതാവിനോട് പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരു ചിന്താഗതി എനിക്ക് ഉണ്ടായിരുന്നില്ല. അത്ര വലിയ ദൈവഭക്തിയുള്ളൊരു കൂട്ടത്തിലും അല്ല ഞാൻ അത്ര വലിയ പ്രാർത്ഥിക്കത്തില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല, അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2024 MSc ഞാൻ പാസ് ഔട്ട് ആവുകയാണ്. നീണ്ട 1.5 വർഷത്തിൻ്റെ കാത്തിരിപ്പാണ്. ഞാൻ ഇരിക്കുകയാണ്, മീൻസ് ഞാനൊന്നും പഠിക്കുന്നില്ല. മാസ്റ്റേഴ്സ് കഴിഞ്ഞു. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എനിക്ക് മുന്നിൽ ഒന്നുമില്ല. 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് BEd എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ PhDക്ക് പോവുക. എനിക്ക് BEd എടുക്കാൻ താല്പര്യമില്ല. ഞാൻ PhD നേടണം, എനിക്ക് PhD എടുക്കണമെന്ന് എനിക്ക് ഒരു MSc പഠിച്ചപ്പോൾ എനിക്ക് പ്രോജക്റ്റൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് റിസർച്ച് ഓറിയൻറ്റഡ് ഫീൽഡിൽ വർക്ക് ചെയ്യണം എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ PhD ചെയ്യണം തീരുമാനിച്ചു. 2024 ജൂലൈ മാസം മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നു. ജൂലൈ 15 കംപ്ലീറ്റ് ചെയ്യുന്നു. ജൂലൈ 20 ഞാൻ CSIR നെറ്റ് കോച്ചിങ്ങിന് പോകുന്നു. ഈ PhDനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയായിരിക്കും, മറ്റേ എക്സാംസ്, നാഷണൽ ലെവൽസ് എക്സാംസ് ക്വാളിഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കോച്ചിങ്ങിന് പോയി. തിരുവല്ലയിലായിരുന്നു കോച്ചിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. നീണ്ട 6 മാസത്തെ കോച്ചിങ്. എന്ന് വെച്ചാൽ വീട്ടിൽ ഹോം സിക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ കോൺസെൻട്രേഷൻ ഒട്ടും കിട്ടുന്നില്ല. ഞാൻ ഉറങ്ങുന്നില്ല. വെളുപ്പിന് 3 മണിക്കാണ് ഉറക്കം. ഫുഡൊന്നും ശരിയാവുന്നില്ല, പഠിക്കുന്നത് തലയിൽ കയറുന്നില്ല, ഭയങ്കര ബുദ്ധിമുട്ട്. ഞാൻ എഴുതുന്ന ഒരു എക്സാംസ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഇനി എന്തൊക്കെ പാടുപെട്ടിട്ടും എന്തൊക്കെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടും എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് എഡ്ജിൽ വരെ പോകും, പക്ഷേ ഞാൻ ക്വാളിഫൈ ചെയ്യത്തില്ല. ഞാൻ മാധവനോട് പറയുകയാണെങ്കിൽ, എന്താ മാധവൻ എനിക്ക് മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത്, എനിക്ക് എന്താ ഒന്നും ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്ത, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസം ഒന്നും നോക്കിയില്ല, ഞാൻ നേരെ വന്ന് ഉടമ്പടി എടുത്തു. എന്ന് വെച്ചാൽ ഞാൻ യാതൊരു ഒരുക്കവും ഇല്ലായിരുന്നു. ഞാൻ കുമ്പസാരിച്ചിട്ടില്ല, മെൻ്റലി ഫിസിക്കലി ഞാൻ റെഡി ആയിട്ടില്ല. എന്താണ് ഉടമ്പടി എന്ന് എനിക്ക് ഒരു ധാരണയില്ല. കൂടുതൽ ഫ്രണ്ട്സ് പറയുന്നു, അമ്മ പറയുന്നു, അച്ഛൻ പറയുന്നു, ഉടമ്പടി എടുക്ക്, ഇത് മാത്രം പറയുന്നു. അപ്പം മറ്റുള്ളവരുടെ പ്രേരണയിൽ യാതൊരു വിശ്വാസവും ഇല്ലാത്ത ഞാൻ നേരെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ചെയ്യുന്നത്. ഉടമ്പടി എടുക്കുന്നു, വീട്ടിൽ പോന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് സാക്ഷ്യം പറയണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അടുത്ത വർഷം ഫെബ്രുവരി മാസം ഞാൻ സാക്ഷ്യം പറയും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. പക്ഷെ വേറെ ഒരു വിശ്വാസം എനിക്കില്ല. എനിക്ക് എൻ്റെ ഭൗതിക നേട്ടങ്ങൾ ഞാൻ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ നിയോഗം. അപ്പം ഞാൻ എൻ്റെ ഫസ്റ്റ് നിയോഗം വെച്ചത് വേറെ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വിശ്വാസം കൂടണമെന്നോ അമ്മയോട് അടുക്കണമെന്നോ ഞാൻ ഒന്നും ആഗ്രഹിച്ചില്ല. ഞാൻ ഫസ്റ്റ് വന്നു, നിയോഗം വെച്ചു, എനിക്ക് PhD ചെയ്യണം, എനിക്ക് PhD ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ അത് മാത്രമാണ് ആദ്യത്തെ എൻ്റെ നിയോഗമായിട്ട് വെച്ചത്. അങ്ങനെ ഞാൻ പോയി. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഈശോ മാതാവി ഞാൻ ചെയ്ത് തെറ്റായി പോയോ, കുറച്ചുകൂടെ ഒരുങ്ങി എടുക്കണമായിരുന്നോ, കുമ്പസരിച്ച് കുറച്ചുകൂടെ ഒരുങ്ങി എടുക്കണമായിരുന്നോ, എനിക്കിങ്ങ് ഭയങ്കര റിഗ്രറ്റായി പോയി.
ഞാൻ അപ്പോൾ മാതാവിനോട് പ്രാർത്ഥിക്കുക. പിന്നീടാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാതാവി എനിക്ക് വിശ്വാസം താ, എന്നെ നിന്നിലോട്ട് അടുപ്പിക്ക്, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള ആ ഒരു മനസ്സ് നീ എനിക്ക് താ എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് എന്താണ് ആദ്യത്തെ 3 മാസം, അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഈ ഒരു മന്ത് ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാതാവിനോട് അടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ മാർച്ച് മാസത്തിലാണ് ആ എക്സാം വരുന്നത്. ഞാൻ ഫെബ്രുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു, എനിക്ക് മാർച്ച് മാസം എക്സാമോട് എനിക്കിത് പാസ്സാവണം, ഇത് മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം മാർച്ച് മാസം എക്സാം എഴുതി, അതിനുശേഷം റിസൾട്ട് വന്നു, ഞാൻ അതിന് പാസ്സായില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. ഞാൻ പറഞ്ഞു, മാതാവേ ഞാൻ ഉടമ്പടി എടുത്തതല്ലേ മാതാവേ എന്താ എന്നെ കൈവിട്ടത്, എനിക്ക് എക്സാം പാസ്സാവാൻ പറ്റിയില്ലല്ലോ. ഞാൻ മാതാവിനോട് പറഞ്ഞത് CSIR എന്ന് പറയുന്ന എക്സാം എനിക്ക് ക്വാളിഫൈ ചെയ്ത് തരണം എന്ന് മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് മറ്റേ ഇൻ്റർവ്യൂ ഉണ്ട്, എക്സാം പാസ്സായാൽ മാത്രം പോരാ, എക്സാം പാസ്സാവണം, ഇൻ്റർവ്യൂ പാസ്സാവണം, ഗൈഡ് സെലക്ഷൻ നടക്കണം, അതിനുശേഷം മാത്രമേ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. ഞാൻ ആദ്യം മാതാവിനോട് ആ തുടക്കത്തിലൊരു കാര്യം മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ ഓരോ മാസങ്ങളിങ്ങനെ ഓരോ മാസത്തിലും മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് ഉണ്ടായി. ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ച്, ഏപ്രിൽ ആയപ്പോഴത്തേക്ക് എനിക്ക് കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂ വിളിച്ചു, റിസർച്ച് അസിസ്റ്റൻറ്റ് പോസ്റ്റിൽ. ഓരോന്ന് മാതാവ് എനിക്ക് തരികയാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത്ര ആഴമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല. മാതാവ് എനിക്കത് കിട്ടണം, മാതാവ് എനിക്ക് ഇത് കിട്ടണം. ഞാൻ മാതാവിനോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണ് ജൂൺ മാസത്തിൽ ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ മാസത്തിൽ പുതുക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടിയിലോട്ട് ആദ്യമായിട്ട് ചൂടെടുത്ത് വെക്കുന്നത്. ഒന്നും അറിയാതെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ മാതാവിനെ സാന്നിധ്യം സമീപിച്ചപ്പോഴത്തേക്കും എനിക്ക് മാതാവിനെ അനുഭവിക്കാൻ തുടങ്ങിയത് ജൂൺ മാസത്തിലാണ്. ഉടമ്പടി പുതുക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾ ഉടമ്പടിയിലോട്ട് ആകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. മീൻസ് ഞാൻ 3 മാസത്തിൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ അത് വിശ്വാസത്തിലാണോ അതോ എൻ്റെ ഭൗതിക നേട്ടത്തിനാണോ എനിക്കറിയില്ല. ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. എനിക്ക് ഇന്ന കാര്യം വേണം, അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലും ചിന്താഗതിയിലായിരുന്നു ഞാൻ. എപ്പോഴാണോ പുതുക്കിയത് അപ്പോഴാണ് ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടാൻ വേണ്ടി തുടങ്ങിയത്. ഞാൻ രണ്ടാമത് പുതുക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മാതാവിനെ സ്നേഹിച്ച് മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് കിട്ടണം, അങ്ങനെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നീട് പുതുക്കുമ്പോഴൊന്നും എൻ്റെ നിയോഗം എനിക്ക് വലിയ ഇമ്പോർട്ടൻസ് ഞാൻ കൊടുത്തില്ല. എൻ്റെ ഒരു ഭൗതിക നേട്ടങ്ങൾക്കും ഞാൻ എൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ പിന്നീട് വെച്ച എല്ലാ ഫസ്റ്റ് നിയോഗവും മാതാവിൻ്റെ സംരക്ഷണം എനിക്ക് കിട്ടണം, മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് കിട്ടണം, മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റണം എന്ന കാര്യങ്ങളാണ് ഞാൻ കൂടുതലും മാതാവിനോട് ചോദിക്കാൻ വേണ്ടി തുടങ്ങുന്നത്. എൻ്റെ ഭൗതിക നേട്ടം നിങ്ങൾക്ക് മറന്നു, ഞാൻ മാതാവിനോട് ചോദിക്കുന്നത് നിർത്തി. ഞാൻ മാതാവിൻ്റെ പ്രസൻസ് മാത്രമാണ് ഞാൻ മാതാവിനോട് പിന്നീട് ചോദിക്കാൻ വേണ്ടി തുടങ്ങിയത്. പിന്നീട് വീണ്ടും ജൂലൈ മാസമായി. ജൂലൈ മാസത്തിൽ അടുത്ത എക്സാം വന്നു. ആക്ച്വലി ഈ ഒരു CSIR എക്സാം ട്വൈസ് ആയിട്ട്, അതായത് ഒരു വർഷത്തിൽ 2 വട്ടമാണ് നടത്തുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം 3 വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ഡിസംബർ മാസത്തെ എക്സാം മാറ്റി വെച്ചിട്ട് 3 വട്ടം നടത്തിയിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസമായപ്പോൾ ഞാൻ കുറച്ചുകൂടെ വിശ്വാസത്തിൽ അടിയുറച്ചു. എന്നിട്ട് ഞാൻ ജോസഫ് അച്ഛൻ്റെ കൈവെപ്പ് ശുശ്രൂഷയിലൊക്കെ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു മാതാവിനടുത്ത്. അപ്പോൾ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു എനിക്ക് ഈ എക്സാം കിട്ടും. ഞാൻ അത്രയും കഷ്ടപ്പെട്ട് കുറേ പഠിച്ചു, എന്തൊക്കെയോ ഞാൻ പഠിക്കുന്നു, എന്തൊക്കെയോ ഞാൻ പ്രിപ്പയർ ചെയ്യുന്നു, പക്ഷെ ഒന്നും എനിക്ക് ഒരു ഫുൾഫിൽമെൻറ്റും കിട്ടുന്നില്ല. പിന്നെ പഠിച്ചു, എഴുതി. അടുത്ത മാസം റിസൾട്ട് വന്നു, ഓഗസ്റ്റ് മാസം ആൻസർ കീ വന്നു, കിട്ടിയില്ല. എനിക്ക് അതുപോലെ ഡിപ്രഷൻ വേറെ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, എന്നിട്ടും എന്തുകൊണ്ട് എനിക്കിത് പറ്റുന്നില്ല എന്നുള്ള ചോദ്യമായിരുന്നു എനിക്ക്. പരാതിയും പരിഭവങ്ങളൊക്കെ ആയിരുന്നു. പിന്നീടാണ് ഒക്ടോബർ മാസം എത്തുന്നത്, മാതാവിൻ്റെ മാസം. ആ ഒരു മാസം ആക്ച്വലി അത്രയ്ക്കും അത്ഭുതങ്ങൾ എനിക്ക് നടന്നു. ഞാൻ ഇന്നേ വരെ കൃപാസനത്തിൽ ഇങ്ങനെ ജപമാല റാളിയുള്ള കാര്യം ഒന്നും എനിക്കറിയില്ല. ഇതിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസും ഞാൻ തിരക്കിയിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. അപ്പം എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ഞാൻ പറയാണ്, ഇങ്ങനെ ജപമാല റാലി ഉണ്ട്, നമ്മളതിനകത്ത് പങ്കെടുക്കണോ? അപ്പോൾ അവൾ പറയണ്ട്, നീ ഉടമ്പടി എടുത്തില്ലേ, നീ പങ്കെടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പങ്കെടുക്കാം. അപ്പം അന്നേരം ആ ഒരു ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പം എൻ്റെ മനസ്സെന്ന് പറയുന്നത്, മാതാവ് എനിക്ക് ഒന്നും വേണ്ട, അത് മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാതാവ് എനിക്ക് ഒന്നും വേണ്ട, മാതാവിൻ്റെ സാന്നിധ്യം മാത്രം മതി, മാതാവിൻ്റെ സംരക്ഷണം മാത്രം മതി. എനിക്ക് ഞാൻ മാതാവി എന്ന് വിളിക്കുമ്പം ഏതൊരു ഘട്ടത്തിലും എനിക്ക് എൻ്റെ കൂടെ നീ ഉണ്ടാവണം, അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാണ്ട് എനിക്ക് ആ നേട്ടം വേണം, ഈ നേട്ടം വേണം, ഞാൻ ഒന്നും മാതാവിനോട് ചോദിക്കുന്നില്ല ആക്ച്വലി. അപ്പം ഞാൻ തന്നെ ആലോചിക്കുന്നത്, എന്തായാലും നമ്മൾ ജപമാല റാലിക്ക് പോവല്ലേ, അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഭൗതിക നേട്ടങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി അവരൊക്കെ പോവില്ലേ, നിനക്കൊരു ആവശ്യം പറയാനില്ലേ? നീ ഇങ്ങനെ സ്റ്റക്കായിട്ട് MSc കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ജോലിയൊന്നും ആയില്ല, ഇങ്ങനെ ഇരിക്കുമല്ലേ, എന്താ ചെയ്യുക, ഒന്നും അറിയില്ല. അപ്പോഴാണ് ജപമാല റാലിക്ക് പോകുന്നത് 25-ാം തീയതി, ഒക്ടോബർ മാസം 25-ാം തീയതി. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ ഈ ഒരു കൊന്തയും എൻ്റെ ഒരു ഫോണും പൈസ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ല. പക്ഷെ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല.
എനിക്ക് ജോമാല റാലി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത്രയ്ക്കും കാലുവേദന, തലവേദന. എന്നുവെച്ചാൽ അന്ന് ഒരു കുട പോലും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫുള്ള് മഴ നനഞ്ഞു, ഫുള്ള് വെയിൽ കൊണ്ടു. അത്രയും കഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു ബിലോങ്ങിങ്സും ഇല്ല, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, നടക്കാനും ഇരിക്കാൻ എനിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ അന്നത്തെ ഒരു ദിവസം എനിക്ക് അത്രയും വേദന. ഞാൻ എത്ര വട്ടം നോക്കുന്ന ആ അർത്തുങ്കൽ പള്ളിയിൽ ബസ്സിൽ പോകാൻ വേണ്ടിയുള്ള റൂട്ടൊക്കെ ഇങ്ങനെ കാണിക്കും. അപ്പം ഞാനിരുന്ന് ആലോചിക്കുക, മാതാവി ബസ്സിൽ കയറി പോകണോ, എന്നെക്കൊണ്ട് നടക്കാനാവുന്നില്ലല്ലോ, ആ മണ്ണിൻ്റെ ചൂടും വെപ്പും ഒക്കെ എനിക്ക് ഒന്നും പറ്റുന്നില്ല, നടക്കാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറയണേ, മാതാവ് എന്ത് പറ്റി, എനിക്ക് എന്തുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല? പക്ഷേ ഞാൻ മാതാവിൻ്റെ ജവമല റാലിക്ക് വരാൻ ഞാൻ യോഗിയല്ലേ? ഞാൻ മാതാവിനോട് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കുക, മാതാവ് ഇത് എപ്പോൾ തീരും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാതാവിനോട് ഇങ്ങനെ കരയുക. ആക്ച്വലി ഞാൻ നടക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുക, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. ഞാൻ മാതാവിനടുത്ത് അത്രേ പറഞ്ഞില്ല. എൻ്റെ കൂടെ ശ്രീജ ചേച്ചി ഉണ്ടായിരുന്നു. ചേച്ചി ഇവിടെ എനിക്ക് നടക്കും. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ആ ചേച്ചിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി നമുക്ക് ജപമാല ഉച്ചത്തിൽ ചൊല്ലാം. നമ്മൾ പതിയല്ലേ ചൊല്ലി നടക്കുന്നത്, നമ്മൾ ഉച്ചത്തിൽ ചൊല്ലി നടന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും, നമുക്ക് ഉച്ചത്തിൽ പറയാം. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൊന്ത ഉച്ചത്തിൽ നന്മ നിറഞ്ഞ മറിയമേന്ന് ഉച്ചത്തിൽ ചൊല്ലി നടക്കാൻ തുടങ്ങി. എൻ്റെ മാതാവ് എവിടെ നിന്നാണ് ആ ഒരു ബലം കിട്ടിയെന്ന് അറിയില്ല. അത്രയും നേരം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നടന്ന ഞങ്ങൾ പിന്നീട് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടും ഭയങ്കര കാലൊക്കെ എടുത്തു വെക്കാൻ അത്രയും ധൈര്യം ഉച്ചത്തിൽ പറഞ്ഞ് ഞങ്ങൾ ചൊല്ലി അർത്തുങ്കൽ പള്ളിയിലെത്തി. അർത്തുങ്കൽ പള്ളിയിലെത്തിയപ്പോൾ ഇതുപോലെ സന്തോഷം എനിക്ക് വേറെ ഇല്ല. മീൻസ് എന്തോ ജീവിതത്തിൽ നേടിയ പോലൊരു സന്തോഷമായിരുന്നു എനിക്ക് അന്ന് ഉണ്ടായത്. എൻ്റെ ഭൗതിക നേട്ടങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഒക്ടോബർ മാസത്തിലാണ് രണ്ടാമത് പുതുക്കി ഉണ്ടായിരുന്നത്. പിന്നെയാണ് ഡിസംബർ മാസം എത്തിയത്. ഡിസംബർ മാസമാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു മാസമായിട്ട് എനിക്ക് മാതാവ് തന്നത്. ഡിസംബർ മാസത്തിൽ ഞാൻ മാതാവിനോട് പറയണേ, മാതാവേ, ഞാൻ നിന്നോട് ഫെബ്രുവരി മാസം സാക്ഷ്യം പറയാമെന്ന് രേഖപ്പെടുത്തിയതല്ലേ, പക്ഷേ എനിക്ക് സാക്ഷ്യം പറയാൻ ഒന്നും നടന്നിട്ടില്ല. അപ്പം ഞാൻ എന്താണ് ഫെബ്രുവരി മാസം പോയിട്ട് സാക്ഷ്യം പറയാം? ഞാൻ ഒന്നും പറയാനില്ലല്ലോ മാതാവേ, എന്നെ ഇങ്ങനെ എന്താ ഒന്നും ചെയ്തു തരാത്തത്? ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിക്കണം. അപ്പോഴാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് PhDയുടെ എൻട്രൻസ് എക്സാം വിളിക്കുന്നത്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ഫെറിൻ എന്നാണ് പേര്. അപ്പം ഞാൻ അവനോട് ഇങ്ങനെ പറയാണ്, എടാ ഞാൻ ഇത്രയും എക്സാംസ് എഴുതി, എന്ന് വെച്ചാൽ PhD എൻട്രൻസ് കയറണം എന്നുണ്ടെങ്കിൽ കുറേ എക്സാംസ് ഉണ്ട്. നാഷണൽ ലെവൽ എക്സാംസ് ആയിട്ടുള്ള CSIR, ICMR, DST, DBT, പിന്നെ UGC നെറ്റ്, അങ്ങനെ കുറേ എക്സാംസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഞാൻ എഴുതി, ഇതൊക്കെ ഒത്തിരി പൈസയൊക്കെ ചിലവാക്കി അപ്ലൈ ചെയ്യുന്നു, ട്രാവൽ ചെയ്യുന്നു, അത്രയും പോയി എഴുതുന്നു. പക്ഷേ കിട്ടുന്നില്ല. എഡ്ജിൽ പോകുന്നുണ്ട്, പക്ഷെ എനിക്ക് പാസ്സാവാൻ പറ്റുന്നില്ല. അത്രയും പഠിച്ചിട്ട് പോയിട്ട് എനിക്ക് കിട്ടുന്നില്ല. അപ്പം ഞാൻ അവനോട് ഇതിൻ്റെ വിഷമം പറയണം, ഞാൻ ഇത്രയും എക്സാം എഴുതി ഞാൻ മടുത്തു, എനിക്ക് വയ്യന് എക്സാംസ് എഴുതാം, ഞാൻ എഴുതുന്നില്ല എക്സാം. ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നു, വെറുതെ എന്തിനും റിസൾട്ട് വരുമ്പോൾ ഏങ്ങി കരയാണ് ദിവസവും. റിസൾട്ട് വരുമ്പോൾ ഏങ്ങി കരയുന്നു. എക്സാംസ് ഇത്രയും എഴുതുന്നുണ്ട്, ഇത്രയും ചിലവാക്കി ദൂരെയൊക്കെ ആയിരിക്കും സെൻറ്റർ. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ എഴുതുന്നുണ്ട്, പക്ഷെ ക്വാളിഫൈ ആവുന്നില്ല. അപ്പോൾ ഒരു വർഷം, ഈ 2025 എന്ന് പറഞ്ഞ വർഷം ഞാൻ എത്ര എക്സാംസ് എഴുതിയെന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് എക്സാംസ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാംസ് എഴുതി ക്വാളിഫൈ ആവുന്നില്ല. പിന്നെ ആകുമ്പോൾ ഞാൻ പഠിക്കുന്നങ്ങ് നിർത്തി. എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പഠിക്കുന്നത്, റിസൾട്ട് കിട്ടുന്നില്ല, നിർത്തി, എന്തെങ്കിലും ആവട്ടെ എന്നുള്ള രീതിക്ക് ഞാൻ അങ്ങ് വിട്ടു. പിന്നെ ആണെങ്കിൽ അവൻ പറഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻ്റ് ആയി, നോക്കാം, എഴുതി നോക്കാം, എനിക്കൊരു വിശ്വാസം വന്നു, എഴുതി നോക്കാം, കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, മാതാവിന് ഇഷ്ടം പോലെ ആവട്ടെ. അത്രയും നാൾ ഞാൻ ഭയങ്കര എനിക്കിത് കിട്ടണം, നേടണം, അങ്ങ് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ ഞാൻ മാതാവിനങ്ങ് കൊടുത്തു, മാതാവേ, നിനക്ക് ഇത് എനിക്ക് തരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ എനിക്ക് തന്നോ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിത് വേണ്ട. അങ്ങനെ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞ, നിനക്ക് തരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ തന്നാൽ മതി. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വിശുദ്ധ വസ്തുക്കളെല്ലാം ഞാൻ ഉപയോഗിച്ചു. നമ്മളുടെ തൈലവും അതുപോലെ ഈ കാശുരൂപം എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാണും. ഈവൻ ഞാനൊരു സിനിമാ തിയേറ്ററിൽ പോയാലും എൻ്റെ കയ്യിൽ കാണും. എന്നുവെച്ചാൽ അത്രയ്ക്കും സംരക്ഷണമാണ്. അപ്പം ഞാൻ എക്സാം എഴുതാൻ വേണ്ടി പോയി. അപ്പം എനിക്ക് അഡ്മിറ്റ് കാർഡ് വന്നപ്പോഴാണ് ഞാനൊരു കാര്യം അറിയുന്നത്, ഡിസംബർ 7-ാം തീയതിയാണ് എൻ്റെ എക്സാം വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ സന്തോഷം എനിക്ക് വേറെയില്ല. മീൻസ് അന്ന് നമ്മുടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയണേ, മാതാവ് അഡ്മിറ്റ് കാർഡിൽ ഡിസംബർ 7 ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു, അയ്യോ എനിക്കിനി കൃപാസനത്ത് വരാൻ പറ്റത്തില്ലല്ലോ, എനിക്ക് മാതാവിനെ വന്ന് കാണാൻ പറ്റത്തില്ലല്ലോ, അങ്ങനത്തെ വിഷമമായിരുന്നു ആദ്യം. പിന്നെയാണ് മനസ്സിലാക്കുന്നത് അഡ്മിറ്റ് കാർഡിൽ മാതാവിൻ്റെ ദിവസമാണല്ലോ എനിക്ക് വന്നിരിക്കുന്നത്. അപ്പം മാതാവ് എനിക്കിത് തരാൻ വേണ്ടി ആയിരിക്കും ആ ഒരു ദിവസം എനിക്ക് തന്നിരിക്കുന്നത് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആദ്യം മാതാവിനോട് പറഞ്ഞു, മാതാവ്, ഈ ഒരു എക്സാം ഞാൻ ക്വാളിഫൈ ആകുവാണെന്നുണ്ടെങ്കിൽ ഇൻ്റർവ്യൂക്ക് ഞാൻ ക്വാളിഫൈ ആകണം, എങ്കിൽ മാത്രം എനിക്ക് ഈ ഒരു എക്സാം തന്നാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചുമ്മാ എക്സാം എഴുതി തോൽക്കാനോ ജയിക്കാനോ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെ 7-ാം തീയതി ട്രിവാൻഡ്രത്ത് വെച്ചിട്ടായിരുന്നു എക്സാം വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ട്രിവാൻഡ്രത്ത് പോയി എക്സാം എഴുതി. ആ ഒരു ആഴ്ച തന്നെ റിസൾട്ട് വന്നു.
ഞാൻ അതിനകത്ത് വിജയിച്ചു. ആദ്യമായിട്ട് ഒരു എക്സാം ഞാൻ വിജയിക്കുന്നു. എന്നുവെച്ചാൽ ഞാൻ പഠിച്ചിട്ടില്ല ആക്ച്വലി. മീൻസ് ഞാൻ ഒരു 6 മാസം മാത്രമേ കോച്ചിങ്ങിന് പോയിട്ടുള്ളൂ. പിന്നെ വീട്ടിൽ ഇരുന്നുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു. അതിലും ഇങ്ങനെ തോൽക്കുന്നത് കാണുമ്പോൾ കണ്ടിന്യൂസ് തോൽവി ആരെയാണെങ്കിലും ബാധിക്കുന്ന ഒരു കാര്യമാണല്ലോ. അപ്പം ഞാനങ്ങ് നിർത്തി. എന്തിനാ ഇത്രയും കിടന്ന് പഠിക്കുന്നത്, വേണ്ട പഠിക്കണ്ട, അങ്ങനൊരു അവസ്ഥയിലായി. പിന്നെ ഞാൻ എക്സാം പാസ്സായപ്പോൾ അത്രയും സന്തോഷമായി. മാതാവായിട്ട് എനിക്ക് തന്നതാ. December 7 എന്ന് പറയുന്നത് മാതാവിൻ്റെ ദിവസമാണ്. മാതാവ് എനിക്ക് തന്നതാ. അപ്പം ഞാൻ അമ്മയോട് റിസൾട്ട് വന്ന് പോയി പറഞ്ഞു, അമ്മ മാതാവ് എന്നെ ജയിപ്പിച്ചു, അമ്മ നോക്ക് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ റിസൾട്ട് വന്നു. അതിനുശേഷം തീർന്നിട്ടില്ല. അതിനുശേഷം ഇൻ്റർവ്യൂ. December 13 ഇൻ്റർവ്യൂ. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PhD ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അവർ കൂടുതലും ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിസർച്ച്, നമ്മളെന്താണ് BSc ചെയ്ത പ്രോജക്റ്റ് എന്താണ്, MSc ചെയ്ത പ്രോജക്റ്റ് എന്താണ്, അതുപോലെ തന്നെ SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ്, നിങ്ങൾ ഈ റിസർച്ചിലൂടെ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് അവർ ചോദിക്കുക. എനിക്കാണെന്നുണ്ടെങ്കിൽ MSc ഡിസർട്ടേഷനും BSc ഡിസർട്ടേഷനും നല്ല രീതിക്ക് അറിയാം. എന്നുവെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. അത് പറയാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ നല്ല രീതിക്ക് പഠിച്ചു. ഞാൻ ചെയ്ത ഇൻറ്റേൺഷിപ്പ് ആണെങ്കിലും എനിക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ മാതാവിനോട് പറയാണ്, മാതാവേ SOP സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പേർപ്പസ് എനിക്കറിയത്തില്ല, അത് എന്താ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് ഫർദറായിട്ട് എനിക്കറിയില്ല. ആ കാര്യം എനിക്ക് പറയാനും അറിയത്തില്ല മാതാവേ. അത് എൻ്റെ അടുത്ത് ആരും ചോദിക്കരുത്. അവരത് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എന്ത് പറയും, എനിക്ക് അറിയത്തില്ല. അപ്പം എൻ്റെ അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ. ഞാൻ മാതാവിനോട് അത്രയും എന്നുവെച്ചാൽ തലേന്ന് ഞാനിരുന്ന് കരയുക. എനിക്കെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ വന്നിരിക്കുന്നത് ചെന്നൈയിലാണ് ഇൻ്റർവ്യൂ വന്നിരിക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ഇത്രയും ട്രാവൽ ചെയ്ത് അവിടെ എനിക്ക് പോകണം. അവിടെ പോയി എന്നെ നാണം കെടുത്ത് എന്നെ തിരിച്ചു വരാൻ വേണ്ടി നീ അനുവദിക്കരുത് എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങോട്ട് പോയപ്പം ആ ഇൻ്റർവ്യൂക്ക് ഞാൻ ഇതുപോലെ എന്നുവെച്ചാൽ അത്രയ്ക്കും ഒരു മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടുകയുണ്ടായി. മീൻസ് ഞാൻ ഈ കൊന്ത അകത്ത് കൊണ്ടുപോയി, പിന്നെ നെറ്റിയിൽ വിശുദ്ധ തൈലം പുരട്ടി, പിന്നെ ഉപ്പൊക്കെ വിതറിയിട്ടാണ് ഞാൻ അകത്തോട്ട് പോകുന്നത്. ഞാൻ അവിടെ പ്രതീക്ഷിച്ചത് ഒരു 2 മാം ഉണ്ടാവണം എന്ന് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യത്തിന് 2 മാമും 2 സാറും ഉണ്ടായിരുന്നത്. അപ്പം അവർ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്കങ്ങ് ഭയങ്കര, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പേടിക്കുന്ന ഒരു കൂട്ടത്തിലാണ്. ടെൻഷൻ എന്ന് വെച്ചാൽ അമ്മാതിരി ടെൻഷനാണ് എനിക്ക്. MSc എക്സാം, അതായത് BSc MSc എക്സാമിൻ്റെ തലേന്നൊക്കെ തലകറങ്ങി വീഴും, ഛർദ്ദിക്കും. എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്, ഭയങ്കര എക്സാം ഫിയർ, ഇൻ്റർവ്യൂ ഭയങ്കര ഫിയറാണ്. ഇപ്പോൾ ഒരു സ്റ്റേജിൽ കയറി മിണ്ടാനൊക്കെ ഭയങ്കര പേടിയാണ്. ഞാൻ ഇപ്പം തന്നെ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്തുപോലും എനിക്ക് അറിയത്തില്ല ആക്ച്വലി. എന്ന് വെച്ചാൽ നിർത്താതെ എനിക്കങ്ങനെ പറയാൻ പറ്റുമോ എന്ന് പോലും എനിക്ക് അറിയത്തില്ല. അപ്പം നല്ല സ്റ്റേജ് ഫിയർ ഉള്ള കൂട്ടത്തിലാണ്. അപ്പം ഞാൻ അകത്ത് പോയപ്പോഴത്തേക്കും ഒരു വലിയൊരു ഒരു സ്ഥലത്താണ് എന്നെ ഇരുത്തിയത്. സാറുമാരൊക്കെ താഴെ ഇരിക്കുവാണ്. എന്നിട്ട് അവർ എന്നോട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. എനിക്കാണെങ്കിൽ എന്താ പറയണ്ടേ. പക്ഷെ ഞാൻ അന്ന് ആ ഒരു ഇൻ്റർവ്യൂ പെർഫോം ചെയ്തത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ പോലും എനിക്ക് അറിയത്തില്ല. പക്ഷെ അത്രയും കോൺഫിഡൻസിൽ എൻ്റെ ഇൻട്രൊഡക്ടറി പാട്ട് തന്നെ ഞാൻ അത്ര മനോഹരമായിട്ടാണ് പറഞ്ഞത്. എനിക്ക് ഇപ്പോഴും അറിയാം. പക്ഷെ ഞാനിങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എൻ്റെ ഇൻട്രൊഡക്ഷൻ അത്ര അടിപൊളിയായിട്ട് പറയുന്നു. പിന്നെ ഞാൻ എന്താണോ അവർ ചോദിക്കാൻ, എന്നുവെച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ അവരെന്നോട് ചോദിക്കുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നും അവരെന്നോട് ചോദിക്കുന്നില്ല. എൻ്റെ MScയും BScയും പ്രോജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ നല്ല നിർത്തി അവർ ചോദിക്കുന്നതിനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ ഉത്തരം പറയുക. എനിക്ക് തന്നെ തോന്നുക ഞാൻ നല്ല രീതിക്ക് പറയുന്നുണ്ടല്ലോ എന്നുള്ള രീതിക്ക്. പക്ഷെ പിന്നെ ഞാൻ എന്താണോ ചോദിക്കരുതെന്ന് വിചാരിച്ചത് ആ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒറ്റ ആളും എന്നോടത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് പിള്ളേരുടെ അടുത്തൊക്കെ തിരക്കി, നിങ്ങളുടെ അടുത്തൊക്കെ എന്താ ചോദിച്ചെന്നുള്ളത്. അവരുടെ അടുത്തൊക്കെ കംപ്ലീറ്റ് SOP മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് അത് ഒറ്റ വാക്ക് പോലും ചോദിച്ചില്ല. എൻ്റെ ബാക്കി എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് മാത്രമേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്കും എനിക്ക് തന്നെ നല്ല കോൺഫിഡൻറ്റ്. മാതാവ് ഇത്രയ്ക്കും എനിക്ക് പറയാൻ പറ്റുമായിരുന്നോ? മാതാവിൻ്റെ സാന്നിധ്യത്തിൽ അറിയുന്ന കാര്യങ്ങൾ മാത്രം ഇത്ര വ്യക്തമായിട്ട് എനിക്ക് പറയാൻ പറ്റി. അറിയാത്ത കാര്യങ്ങൾ ഒരെണ്ണം എന്നോട് ചോദിച്ചുമില്ല. അത്രയ്ക്കും സന്തോഷമായിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ എനിക്കറിയത്തില്ല, മീൻസ് കുറേ പേര് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ എത്ര നല്ല രീതിക്ക് പെർഫോം ചെയ്ത് കഴിഞ്ഞാലും സീറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് നമുക്ക് അവർ അഡ്മിഷൻ തരുള്ളൂ. അപ്പം ഞാൻ പുറത്തിറങ്ങി ഞാൻ അതുകൊണ്ട് പ്രാർത്ഥിക്കണം, മാതാവ് ഇത്രയും ദൂരം വന്നു, എല്ലാം അറ്റൻഡ് ചെയ്തു, ഇനി എങ്ങനെയെങ്കിലും പാസ്സാക്കി തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം December 19 ഇതൊക്കെ നടക്കുന്നത് നമ്മളുടെ ക്രിസ്മസിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പോഴത്തേക്കും റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ നോക്കുകയാണ്, യു ആർ ക്വാളിഫൈഡ് എന്ന് പറഞ്ഞു. എനിക്ക് അതുപോലെ സന്തോഷമില്ല. ഞാൻ അമ്മയുടെ അടുത്ത് ഓടിപ്പോയി പറയാം, അമ്മ ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി. സോ ഇത്രയും
അടുപ്പിച്ച് ഇത്രയും പരാജയങ്ങൾ കണ്ടിട്ടേ നമുക്ക് പെട്ടെന്ന് ഒരു ജയത്തിലോട്ട് വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷം ഉണ്ടാവത്തില്ലേ? അപ്പം ഞാൻ ഭയങ്കര സന്തോഷമായിട്ട് എല്ലായിടത്തും പറയുക. അപ്പം തന്നെ ഡിസംബർ 20-ാം തീയതി തന്നെ കൃപാസനത്ത് വന്ന് മാധവനോട് നന്ദി പറഞ്ഞു. തീർന്നിട്ടില്ല, അതിനുശേഷം ഇനി ഗൈഡ് സെലക്ഷൻ ഉണ്ട്. അപ്പോൾ റിസർച്ച് ആകുമ്പോഴത്തേക്ക് നമുക്കറിയാം ഒരു ഗൈഡ് എന്ന് പറയുന്നത് ആ ഒരു റിസർച്ചിൽ എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് അറിയാം. മീൻസ് ഗൈഡ് എന്ന് പറയുന്ന ഒരാൾ നല്ലതുപോലെ നമുക്ക് കിട്ടിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇതൊരു 3-4 വർഷത്തിൻ്റെ ഒരു കഠിനാധ്വാനമാണ് ആക്ച്വലി. അപ്പം ഞാൻ മാധവനോട് പ്രാർത്ഥിക്കണം, മാധവിക്ക് ഒരു നല്ലൊരു ഗൈഡിനെ കിട്ടണേ. എക്സാം പാസ്സായി, ഇൻ്റർവ്യൂ പാസ്സായി, ഗൈഡ് സെലക്ട് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ക്വാളിഫൈ ആവത്തില്ല. ആ ഒരു ഗൈഡ് നമ്മൾ സെലക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കവിടെ PhD ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണ് മാതാവേ നല്ലൊരു ഗൈഡിനെ കിട്ടണേന്ന്. ഡിസംബർ 30-ാം തീയതിയാണ് നമുക്ക് ഗൈഡിനെ കിട്ടേണ്ട ലാസ്റ്റ് ഡേറ്റ്. അതുവരെ എനിക്ക് ഗൈഡ് സെറ്റായിട്ടില്ല. ഞാൻ ഓരോരുത്തരെ വിളിക്കുമ്പോഴും അവർ വേക്കൻസി തീർന്നു, ഞങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ പേടിച്ചു, മാധവ ഇത്രയും കടമ്പകൾ കടന്നു വന്നിട്ട് ഗൈഡ് സെലക്ട് ആവാത്ത രീതിയിൽ എനിക്ക് അഡ്മിഷൻ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഞാൻ ഒന്നും അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. 30-ാം തീയതിയായി. ഞാൻ പറഞ്ഞു ഇന്ന് ഗൈഡ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എനിക്കിനി കിട്ടത്തില്ല, എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല, എനിക്ക് മൊത്തത്തിൽ തീർന്നു, എനിക്ക് ഇത്രയും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ എന്തു ചെയ്തു, 30-ാം തീയതി നമുക്ക് ഇൻ്റർവ്യൂ നടന്നു. ഇൻ്റർവ്യൂ നടന്നപ്പോഴത്തേക്കും 1.5 മണിക്കൂറാണ് ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് സാറ് അത്രയ്ക്കും എന്താണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ചിൽ ഏറ്റവും നല്ലൊരു ഗൈഡാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ നേരത്തെ ഗൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷേ ഈ ഒരു സാറ് എന്നെ സെലക്ട് ചെയ്തു. എന്ന് വെച്ചാൽ അത്രയും സന്തോഷമായിരുന്നു. അതിനുശേഷം ജനുവരി 5-ാം തീയതി എനിക്കവിടെ അഡ്മിഷൻ കിട്ടി. എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒരു ജോലി എങ്ങനെയെങ്കിലും പോകാം. ഇന്ന് PhD ഒരു കാലയളവിൽ ഞാൻ വേണ്ടാന്ന് വെച്ച് പോയി. മീൻസ് ജോലി ഒന്നും ആവുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഞാൻ വേണ്ട, എന്തെങ്കിലും കോഴ്സ് പഠിക്കാം, ഓൺലൈൻ കോഴ്സൊക്കെ ഞാൻ എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് ഈ മാതാവ് നമ്മൾ വേണ്ടാന്ന് നീക്കി വെക്കുന്ന കാര്യമാണ് നമുക്ക് തന്നത്. എന്ന് വെച്ചാൽ അത്രയും ഞാൻ സന്തോഷമാണ്. ഞാൻ വേണ്ടെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ PhD ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈഫ് ടൈം ഞാൻ ഒരു റിഗ്രറ്റ് അടിച്ചേനെ. മീൻസ് ഞാൻ അത്രയും ആഗ്രഹിച്ച ഒരു കാര്യം എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഫീൽഡ് പോയാലും അയ്യോ അതെനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തോ ഞാൻ ഒത്തിരി റിഗ്രറ്റ് അടിച്ചേനെ. പക്ഷേ ഞാൻ വേണ്ടാന്ന് മാറ്റി വെച്ച ഒരു കാര്യം ഈ ഒരു ഡിസംബർ മാസം, ആ ഒറ്റ മാസത്തിൽ എനിക്ക് മാതാവ് തിരിച്ചു തന്നു, നീ ഇത് ചെയ് എന്ന്. എനിക്ക് എക്സാം പാസ്സാക്കി, ഇൻ്റർവ്യൂ പാസ്സാക്കി, ഗൈഡ് സെലക്ഷൻ നടത്തി, അഡ്മിഷൻ. ഇപ്പം ഞാൻ ഇവിടെ ഒരു PhD സ്കോളറായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ഒരു പൊസിഷനിൽ PhD സ്കോളറായിട്ട് ഞാൻ ഇവിടെ ഒന്ന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അത്രയ്ക്കും മാതാവിനോട് കടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത്രയ്ക്കും സന്തോഷത്തിൽ മീൻസ് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിമാനപൂരിതമായിട്ടുള്ള ഒരു അവസരം ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ എന്താണോ പ്രാർത്ഥിച്ചത്, എനിക്ക് എന്താണോ കിട്ടത്തില്ല, നിങ്ങൾക്ക് കിട്ടത്തില്ല എന്ന് എല്ലാവരും പറഞ്ഞ കാര്യം എനിക്ക് കിട്ടി. എനിക്കത് കിട്ടി. എനിക്ക് മാതാവിനടുത്ത് എത്രമാത്രം നന്ദി പറഞ്ഞാലും തീരത്തില്ല. അത്രയും മാതാവിനോട് എനിക്ക് നന്ദി പറയാനുണ്ട്. എനിക്ക് ഈ ഒരു അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞങ്ങൾ പത്രം ഇവിടെ നിന്ന് മേടിച്ചിട്ട് ട്രെയിനിലും ബസ്സിലൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഈ പ്രേക്ഷിത പ്രവർത്തനം ഒരു കാര്യം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. എൻ്റെ അമ്മ ഒരു തമിഴ് പത്രം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴ് പത്രമായിട്ട് നമുക്കിവിടെ കിട്ടത്തില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു കെട്ട് തമിഴ് പത്രം മേടിച്ചിട്ട് അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. പിന്നെ ആ പത്രം വീട്ടിൽ തന്നെ ഇരിക്കുക, ആർക്കും കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. മീൻസ് ഇവിടെ എല്ലാവരും മലയാളീസാണ്. അപ്പം എനിക്ക് തമിഴ് പത്രം കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. പിന്നെയാണ് മനസ്സിലായി നവംബർ മാസമാണ് ഈ പത്രം ഞാൻ മേടിച്ച് വീട്ടിൽ വെച്ചിരിക്കുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഡിസംബർ മാസം ഞാൻ തമിഴ്നാട്ടിലാണ് പോകുന്നത്. തമിഴ്നാട്ടിൽ പോയപ്പോൾ എനിക്ക് അവിടെ എല്ലാവർക്കും പത്രം കൊടുക്കാൻ വേണ്ടി പറ്റി. എന്നുവെച്ചാൽ 1 മാസം മുമ്പേ മാതാവ് പ്രേക്ഷിത പ്രവർത്തനം തമിഴ്നാട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഒരുക്കിയതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരാളെ പരിചയപ്പെട്ട്, കൽപ്പന എന്ന് പറയുന്ന ഒരാൾ. അവർ അക്രൈസ്തവരാണ് ആക്ച്വലി. അപ്പം ഞങ്ങൾ അവർക്ക് ഇങ്ങനെ പത്രം കൊടുത്തപ്പോഴത്തേക്കും അവർ ഒന്നും പറഞ്ഞില്ല, കണ്ണിങ്ങനെ നിറഞ്ഞിട്ട് പറഞ്ഞു എനിക്ക് മാതാവിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ. അവർ അക്രൈസ്തവരാണ്. അവരങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കങ്ങ് ഞാനും അമ്മയും കൂടെ കണ്ണ് നിറയുവാണ്. വെച്ചാൽ ഈ ഒരു പത്രം എന്ന് വെച്ചാൽ ഞാൻ എത്രയോ പേർക്ക് പത്രം കൊടുത്തിട്ടുണ്ട്. ചിലർ മനസ്സോടെ മേടിക്കും, ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കൊടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് പത്രം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത പത്രമായിരിക്കും. മീൻസ് അവർ പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞു. ഇവർക്ക് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ഈ ഒരു തമിഴ് പത്രം ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുക്കാൻ വേണ്ടി മാതാവ് വെച്ച പോലായിരുന്നു എനിക്ക്. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും നല്ലൊരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പം
ഞങ്ങളുടെ അവിടെ ഒരു അനാഥാശ്രയമുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും. പിന്നെ എൻ്റെ മുന്നിൽ കൈ നീട്ടുന്നവർക്ക് 10 രൂപയാണെങ്കിൽ 10 രൂപ, എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് ഞാൻ അവർക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കാറുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു.